വലിയ പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷെ ഇന്ന് നമ്മുടെ പരമാധികാരത്തെ ആരാ കൈകാര്യം ചെയ്യുന്നു? ഇന്ത്യയുടെ പരമാധികാരം എന്ന സംഭവം ഉണ്ടോ? ഇന്ത്യയിൽ ഏത് കാര്യം തീരുമാനിക്കണമെന്ന് ഇപ്പൊ അമേരിക്ക തീരുമാനിക്കണം, അല്ലെങ്കിൽ ട്രംപ് തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം എടുത്ത് നോക്കൂ, ഇത്രയും മോശമായി ഇന്ത്യയെ ചിത്രീകരിക്കപ്പെടുന്നത് അമേരിക്കയുടെ ഒറ്റ അജണ്ടയാണ്. ഇപ്പൊ നമ്മൾ പറയാൻ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ അമേരിക്ക ഒരു തീരുവ പ്രഖ്യാപിച്ചിട്ട് 50% തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ 18% കുറച്ചപ്പം പറഞ്ഞു നമ്മളെ വിജയിച്ചു. ഒരിക്കലുമില്ല. ഇന്ത്യ അവർ തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ കുറെ കാര്യങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സീറോ ആക്കിക്കൊടുക്കും. പിന്നെ വെനിസ്വേല എന്നുള്ള രാഷ്ട്രത്തിൽ നിന്നും എണ്ണ വാങ്ങാൻ വേണ്ടി അമേരിക്ക നിർബന്ധിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് സമ്മതിക്കുകയാണ്. ഇതിന് മുമ്പ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ട് അമേരിക്ക അവിടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, പശ്ചിമേഷ്യൻ ഇപ്പോഴത്തെ യുദ്ധസമയത്ത് റഷ്യയിൽ നിന്നും എണ്ണ തരാമെന്ന് പറഞ്ഞ് എണ്ണ വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ തീർത്തു വന്നു. അവർ പറയണ കേട്ട് അടിമയെ പോലെ മാറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യക്കൊരു നയമുണ്ടായിരുന്നു, ചേരാ നയം. എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചൊരു നയമായിരുന്നു. ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മളിപ്പോൾ ആരെയും കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നയം പ്രഖ്യാപിക്കാം, ആ നയത്തിനനുസരിച്ച് പെരുമാറും. ഇറാനിലെ പരമാധികാരി, അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇപ്പോൾ മരണപ്പെട്ടപ്പോൾ ഒരു അനുശോചനം പോലും ഇന്ത്യ നടത്തിയില്ലെന്നുള്ളതാണ്. ഈ ആരാണ് ഇറാൻ? നമ്മുടെ കാശ്മീരിൽ അധിനിവേശവും അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു UN നമ്മുടെ ശത്രു രാജ്യങ്ങൾ കൊണ്ടുവന്ന ഒരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ലിനെതിരെ വീറ്റോ ചെയ്ത് ഇന്ത്യയുടെ കൂടെ നിന്ന രാഷ്ട്രമാണ് ഇറാൻ. അത് മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ടുള്ള നമ്മളായിട്ടുള്ള ഒരു കരാർ അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള സൗഹൃദ രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാനിലെ ടോപ്പ് മോസ്റ്റ് ഒരാൾ മരണപ്പെടുമ്പം ഒരു അനുശോചനം അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ യുദ്ധം തെറ്റാണെന്നെങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിക്കണ്ടേ? അതുപോലും കാണിക്കാതെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന് നോക്കൂ, ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ നാവികരുമായിട്ട് കൂടിച്ചേർന്ന് പരിശീലനം നടത്താൻ വന്നിട്ട് തിരിച്ചുപോയ ഇറാൻ നാവികസേനയെ ബോംബിട്ട് 150ഓളം പേര് മരണപ്പെട്ടു. ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ചല്ല, അന്താരാഷ്ട്ര ചാനലിൽ വെച്ചാണെന്ന് സത്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത് അറിയാതിരിക്കുമോ? ഇത്രയും വലിയൊരു സംഭവം നടത്തുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണം അറിയാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം അവിടെ ഒരു മൗന അനുവാദം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വളരെ മോശമായി. ഇന്ത്യയുടെ ആധിപത്യം വഹിച്ച ഒരു രാഷ്ട്രത്തിനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു വാക്കെങ്കിലും മിണ്ടണ്ടേ? അതുകൊണ്ട് ദയവേത് ഞാൻ പറയുന്നത്, ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായി പ്രകടിപ്പിക്കണം. അത് മാത്രമല്ല, ഇന്ത്യ അമേരിക്കയുടെ അടിമയല്ല, ഒരു കാരണവശാലും നമ്മളത് സമ്മതിക്കില്ല. നിങ്ങളെല്ലാം ഇതിനെ ശക്തമായി പ്രതികരിക്കണം.